അപ്പോൾ കൊരറ്റിക്കാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പം മീനെ പിടിക്കാൻ വന്നേക്കാണ്. അഞ്ചൊക്കെ ഫ്രണ്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ ചൂണ്ടിട്ടല്ല, കോരുവലിട്ട് കോരിയാണ് പിടിക്കണത്. അപ്പോൾ എൻ്റെ ഇത് ഷൂ ഒക്കെ ഉണ്ട്, റബ്ബർ ബൂട്ട്സ് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. റബ്ബർ ബൂട്ട്സും സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ സ്ഥലത്തിൻ്റെ സെറ്റപ്പൊക്കെ കാണിച്ചു തരാം എല്ലാവർക്കും. Confess the rhythm takes over, no room to rest. My heart's dancing, it's a love conquest. Oh, the melody. ശോകമാണ് മക്കളെ, ശോകം, ഒന്നുമില്ല. മീനെ പിടിക്കാൻ വന്നിട്ട് മീനൊന്നും കിട്ടിയില്ല. ഇങ്ങനെ നടക്കാണ്. മീനൊക്കെ ഉണ്ട് വെള്ളത്തിനോ അടിയിൽ, നല്ല ദൂരത്തിലുണ്ട്. പക്ഷെ അതിനൊന്നും കിട്ടില്ല. ലോ ടൈഡാണ്. ഹൈ ടൈഡാണെങ്കിലേ ഈ സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ വളരെ അതിമനോഹരമായ ഇതാണ്. 5 എന്തെങ്കിലും എണ്ണത്തിന് കിട്ടും എന്നും പ്രതീക്ഷിച്ചാണ്. എനിക്ക് 5 വെള്ളത്തിൽ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ദേ അത് പോണോക്കെ എലിയാണെന്ന് തോന്നണ്. അവിടെ താറാവ് കൂട് കൂട്ടിയേക്കാണ്. അതിനൊക്കെ നമുക്ക് വേറെ ക്യാമറയിൽ സൂം ചെയ്ത് കാണാം. നമ്മൾ തിരിച്ചു പോവാണ്. ഇന്നൊന്നും കിട്ടിയില്ല. ഇന്നിപ്പോൾ ലോ ടൈഡാണ്. അപ്പോൾ അതൊന്നും കിട്ടില്ല. ഇനിയൊരു ദിവസം വരും. വരുമ്പോൾ പിടിക്കുന്നത് കാണിച്ചു തരാം. ഇതൊരു കുഞ്ഞ് വീഡിയോ ആയിരിക്കും. ഓക്കെ, ബൈ ബൈ. അപ്പം പാർട്ട് 2 ഞങ്ങൾ വീണ്ടും വന്നേക്കാണ് സുഹൃത്തുക്കളെ. മീനെ പിടിക്കാനായിട്ട് എന്താവെന്ന് അറിഞ്ഞുകൂടാ. ബാക്കിയുള്ളതൊക്കെ നേരിട്ട് കാണാം. അപ്പം ഇതാണ് മീനെ പിടിക്കാനുള്ള കോരുവല. ഓക്കെ, അപ്പം ഇനി നേരിട്ട് കാണാം മീനെ കിട്ടോ ഇല്ലയോ എന്ന്. അഞ്ചു അങ്ങനെ വീണ്ടും പോവുകയാണ്. ചാടഞ്ചു സപ്പോർട്ട്. ഹൈ ടൈഡ് ആണെന്നാണ് പറയണത്. അപ്പൊ കുറച്ചുണ്ട്. വീട് പിടിക്കും.
അപ്പം അങ്ങനെ വിവിൻ മീനെ പിടിക്കാൻ പോവാണ്. അവിടെ മീനുണ്ട്, കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് അടുത്തത്. ഓ അങ്ങനെ കിട്ടിയിട്ടുണ്ട്, കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇതാണ് അപ്പോൾ നമ്മുടെ സ്മെൽറ്റ് എന്ന് പറയുന്ന ഫിഷ് കേട്ടോ. അപ്പോൾ സ്മെൽറ്റ് വലുതായി. നമുക്ക് ഇതിനു മുമ്പ് കിട്ടിയതൊക്കെ ചെറുതായിരുന്നേ. അത്യാവശ്യം നല്ല വലുപ്പത്തിലായിട്ടുണ്ട് സംഭവം. എന്തായാലും അപ്പം നമുക്ക് ഒരു കറിക്കുള്ളത് കിട്ടി, അല്ല ഒരു പ്രാവശ്യം വറക്കാനുള്ളത് കിട്ടി. അങ്ങനെ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇടും. അങ്ങനെ നമ്മുടെ മീൻകാരൻ വിപിൻ അടുത്ത ട്രിപ്പിലേക്ക് പോകുന്നു. ഇങ്ങനെ മരത്തിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ഒളിച്ച് നിൽക്കുക, അങ്ങനെ ഒളിച്ച് നിൽക്കുമല്ല, ഒന്നും കിട്ടിയില്ല, പരാജയപ്പെട്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ നിൽക്കുന്നത് ഈ മരത്തിൻ്റെ വിടവ്, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര കുഴിയിലായിരിക്കും. അത്രയും കുഴിയിലേക്കൊക്കെ നമുക്ക് പോയി എടുക്കാൻ പറ്റത്തില്ല, ഭയങ്കര ആഴമായിരിക്കും, റിസ്ക്കാണ്. നല്ല ഒഴുക്കുള്ള വെള്ളമാണ്. അപ്പ അടിപൊളി വലിയൊരു സ്മെൽറ്റിനെ കിട്ടിയിട്ടുണ്ട്. ഓ ഇത് ഇത്രയും വലുതാവൂല്ലേ അമ്മേ? സ്മെൽറ്റ് തന്നെയല്ലേ അത്? അറിയില്ല. ആ സ്മെൽറ്റ് തന്നെയാ, അടിപൊളി വലിപ്പത്തിലുള്ളൊരു സ്മെൽറ്റ് കേട്ടോ. അങ്ങനത്തെ ഒരു 2 എണ്ണം മതി നമുക്ക് വറക്കാനാണെങ്കിൽ. ആദ്യമൊക്കെ നമ്മൾ വന്നപ്പോൾ കിട്ടിയത് കുഞ്ഞ് സ്മെൽറ്റുകളാണ്, കൊഴുവയുടെ വലിപ്പമൊക്കെ ഉള്ളത് കേട്ടോ. ഇപ്പം സൈസ് അത് വലുതായി ചാളയുടെ അത്രയായി. നമ്മളിനി കൊണ്ടുപോയിട്ട് അത് ഫ്രീസ് ചെയ്ത് വെക്കും. കാരണം ഇനിയിപ്പോൾ ഈ സമ്മർ ഈ മീനിൻ്റെ ഫിഷിങ് സീസൺ കഴിഞ്ഞാൽ പിന്നെ ഇനി ഫ്രഷ് ഫിഷ് കിട്ടാൻ നമുക്ക് വഴിയൊന്നുമില്ല. അപ്പോൾ നമ്മളത് വീട്ടിൽ കൊണ്ടുപോയി അടുത്ത കൊല്ലത്തേക്കല്ല, ഈ സീസൺ കഴിയുന്നത് വരെ ഉള്ളത് നമ്മളങ്ങനെ സേവ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഉപകാരപ്പെടും. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയി കുറേ അച്ചാറൊക്കെ ഇട്ട് വെച്ചായിരുന്നേ. അഞ്ചു അപ്പം മീനെ പിടിക്കാനതൊക്കെയാണ്. കുറേ മീനെ കിട്ടി, അതിൻ്റെ ഒരു ആവേശത്തിൽ 5 പോവാണ്. 5 വാരി കിട്ടുമോ എന്ന് നമുക്ക് കണ്ടറിയാം. നീ കണ്ടത് ഒരു മീനിന്റെ ഇതിന് ചാടിപ്പോയത് കണ്ട നീ? ആ വെള്ളോട്ട് നോക്കി വലിക്ക്. ചുമ്മാ പൊന്തിച്ച വഴി ആ സാധനത്തിന്റെ തുമ്മ തട്ടി തെറിച്ചു പോയി ഒരു മീൻ. ആ അപ്പോൾ നമുക്ക് ഒരു അതിഥീനെ കാണാൻ പറ്റി. പഞ്ചു പറക്കും പറഞ്ഞു, അതങ്ങനെ ഒഴുക്കിൽ വിട്ടുപോയി. അങ്ങനെ പോയി, ഒഴുക്കിൽ വിട്ടുപോയി. പറയാൻ പറ്റില്ല, ചിലപ്പോൾ വന്ന് ചിലപ്പോ നിന്റെ മേത്ത് ഒരു പിടിവള്ളിയായിട്ട് നിന്നെ കിട്ടിയാലോ. അങ്ങനെ കോരി കഴിഞ്ഞാ ഇഷ്ടം പോലെ കിട്ടും. അപ്പൊ പുള്ളിക്കാരൻ പിടിച്ച മീനാണ്.
Got him? Yep. Yeah. Thank you. Nice. Thank you very much. Oh, that's good. Yeah. Thank you. Yeah. I'm gonna take a picture of him. Thank you so much. Welcome, dear. അപ്പോൾ ഇഷ്ടം പോലെ മീനെ കിട്ടി. അഞ്ചും ഹാപ്പി, ഞാനും ഹാപ്പി. ഇപ്പം മണി 8:30 എന്നിട്ട് നല്ല പ്രകാശമുണ്ട്. അപ്പം ഇനി നമുക്ക് ഇച്ചിരി ദൂരം പോകണം, ഒരു 50 കിലോമീറ്റർ ദൂരം പോകണം നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ ഇപ്പോഴേ നമ്മൾ നിർത്തി പോവാണ്. അപ്പം ഇനി എല്ലാവർക്കും ബൈ ബൈ. ദേടാ പുസ് പറഞ്ഞ സാധനം ദേ പോണു. കണ്ട എന്തുവാണോ അതിൻ്റെ പേര്?